സത്യമാണ്, വീണ് പോയില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക. എന്നാലും ഒരുപക്ഷെ വീണേക്കാം. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, ഒരിക്കലും അങ്ങനെ വീണുപോയ ഒരു അപ്പനമ്മേൻ്റെ അടുത്ത് വന്നത് ഞാൻ ഓർക്കുകയാണ്. ഒരു നല്ല വിശുദ്ധരായിട്ടുള്ള ഒരു ഫാമിലി, ഭയങ്കര വിശുദ്ധരായിട്ടുള്ള ഫാമിലി. ഈവൻ അവരുടെ കുടുംബം വലിയ ധ്യാനങ്ങളൊക്കെ നടത്താൻ വേണ്ടി പല ഗ്രൂപ്പുകളെ സ്പോൺസർ ചെയ്യുകയും അവരെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ്. രണ്ടുപേരും വിശുദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ മകൻ വീണുപോയി. അപ്പോൾ അവർ രണ്ടുപേരും നെഞ്ചത്തടിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കാരണം അച്ഛൻ വീണുപോയത്. ഞാൻ അവരെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവർ കാരണമല്ല എന്ന് മനസ്സിലായി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കാരണമല്ല, നിങ്ങൾ വിഷമിക്കല്ലേ, ഇവൻ തിരിച്ചു വരും. നിങ്ങൾ ഇത്രയും പ്രാർത്ഥനയുള്ള മോനല്ലേ, ആൾക്കാരുടെ മക്കളല്ലേ, അവൻ തിരിച്ചു വരും. പ്രിയമുള്ള സഹോദരൻ, തിരിച്ചു വന്നു. ഇത്രയും പ്രാർത്ഥന വീണാലും അവർ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ശക്തമായ പ്രാർത്ഥനയുള്ള റോൾ എന്താണെന്ന് അറിയുന്ന ഒരു കുടുംബം രൂപപ്പെടുത്തിയെടുക്കാം. 13 വയസ്സായി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 13 വയസ്സായി കഴിഞ്ഞാൽ അവനെ പിന്നെ കുട്ടി എന്ന് വിളിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മകൻ തന്നെയായിരിക്കും. പക്ഷെ അവനൊരു യങ് അഡൾട്ടായി മാറിക്കഴിഞ്ഞു. അതുപോലെ അവനെ കാണുകയും പരിഗണിക്കുകയും ചെയ്യണം. വലിയൊരു അഭിഷേകം കർത്താവ് ഈ സമയം നൽകട്ടെ. ലഹരി ഉപയോഗിക്കുന്നവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഡ്രഗ്, അതാണ് ഞാൻ ഈ സമയം പറഞ്ഞത്. മദ്യ ലഹരി ഉപയോഗിക്കുന്നവരുടെ കുടുംബത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ലഹരി, സിന്തറ്റിക് ഡ്രഗുകൾ. കോടിക്കണക്കിന് ആളുകൾ, അവരുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനേകം കോടി കുടുംബങ്ങൾ വേദന അനുഭവിക്കുകയാണ്. കർത്താവ്, അതിലേക്ക് അങ്ങയെ ക്ഷണിക്കുന്നു, അങ്ങ് എഴുന്നള്ളി വരണമേ. പരിശുദ്ധ അമ്മയെ ക്ഷണിക്കുന്നു, അമ്മ എഴുന്നള്ളി വരണമേ, സഹായിക്കണമേ. നമ്മൾ ഉടനെ തന്നെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയൊരു അഭിഷേകം കർത്താവ് തരട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ.